ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗി വ്ളോഗ്സ്. സോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു റെസിപ്പി തന്നെയാണ്, ചടപ്പിക്കുന്ന റെസിപ്പിയെ. പക്ഷേ ഇത് ഞാൻ ചടപ്പിക്കണമെന്ന് പറയൂല കേട്ടോ, കാരണം ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രക്ഷയില്ല. ഞങ്ങൾക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ചീസി ആയിട്ടുള്ള നമ്മുടെ മെക്സിക്കൻ ഡിഷായിട്ടുള്ള എന്താണ് ചിക്കൻ എൻചിലാഡ ആയിട്ടാണ് റെസിപ്പി. ഭയങ്കര ടേസ്റ്റാണ്, വാക്കുകളില്ല പറയാൻ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ വൈകാതെ തന്നെ വീഡിയോ കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇട്ടെടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഇല്ല വേണ്ട കേട്ടോ, അത് ഒരു ടെക്സ്ചർ കിട്ടൂല ഇരുന്നുണ്ടത്. അപ്പോൾ അതും ഒഴിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം അത് ഒരു ഡോ ആക്കി മാറ്റുക. നന്നായിട്ട് കുഴക്കട്ടെ. ഒരു മഗ്ഗിൻ്റെ ഹാഫ് ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുഴച്ച് ഡോ ആക്കുക. ഇപ്പം നമ്മൾ ഒരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഡോ ആക്കിയിട്ട് മാറ്റേണ്ടത്. ഇനി അത് പരത്തിയെടുക്കണം. ഇപ്പം നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുന്നത്, ചപ്പാത്തിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണേ. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഞാനത് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് എണ്ണ പറഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അങ്ങനെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 3/4 കപ്പോളം ചില്ലി പൗഡർ, മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 5-8 വെളുത്തുള്ളി ക്യൂബ്സാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. കാരണം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാഗി ക്യൂബ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരു പ്യൂരാക്കി കിട്ടും കേട്ടോ. അങ്ങനെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലിട്ട് ചെറിയ ജീരകം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകം പൊടിച്ചിട്ട് ഇനി അത് റോസ്റ്റ് ചെയ്യണം. ഒരു മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നോക്കി ഒഴിച്ചു കൊടുക്കട്ടോ. വെള്ളം കൂടിപ്പോയ പ്രശ്നമാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ലൊരു പ്യൂരാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കനും വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു റൊട്ടി എടുക്കുക. നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള അതിൽ നിന്നൊരു റൊട്ടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കേട് തൈരില്ലേ അത് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ അത്യാവശ്യം നല്ല സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സോസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതിട്ടെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ല, അത് ഞാൻ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മൊസല ചീസ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് മരിനിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് വെച്ചെടുക്കുക. അങ്ങനെ എല്ലാതും ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ റോൾ എടുത്തതിന് ശേഷം ഞാൻ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ചിക്കന്, വേവിച്ച് വെച്ച ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സോസ് ബാക്കി വന്നിട്ടുണ്ട്. ആ സോസിലേക്ക് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മൊസല ചീസ് അതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ മൈക്രോവേവിൽ വെച്ചെടുത്തതിന് ശേഷം 1 മിനിറ്റാണ് ഞാനതിന് വെക്കുന്നത്. 1 മിനിറ്റോളം വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കുക.
അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മൊസറല്ല ചീസ് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കഴിക്കാനായിട്ടും ടേസ്റ്റ്. അങ്ങനെ അത് സെർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടുക്കാച്ച ടേസ്റ്റുള്ള ചിക്കൻ എൻചിലാഡ. ഇത് വളരെ കുറച്ച് മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. വലിയ സമയമൊന്നും വേണ്ടതിന്. അപ്പോൾ ഞാനിത് റെഡി ആയതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കസ്തൂരി മേത്തി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് അതൊക്കെ ഇടാം. ഞാൻ കസ്തൂരി മേത്തി ഇട്ടെടുത്തിട്ടുണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന മാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞ് ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഞാൻ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും. Until then, bye bye. Channel subscribe ചെയ്യാൻ മറക്കരുത്. Thanks for watching my video.